നമസ്കാരം. നരേന്ദ്രമോദിയെ പോലുള്ള ബി.ജെ.പി. നേതാക്കൾ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കാത്തത് അവർ തുടർച്ചയായി ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നു എന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന 1942 രാഹുലിന്റെ മുത്തശ്ശി ഇന്ദിരാ നെഹ്റുവും ഫിറോസ് ഗാന്ധിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി ഹിന്ദുമതത്തെക്കുറിച്ച് എഴുതിയതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഹിന്ദുമതസ്ഥയായ ഇന്ദിരയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിന് പാഴ്സിയായ ഫിറോസിനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തവർക്ക് മറുപടിയായി മഹാത്മാഗാന്ധി ഇന്ദിരാ നെഹ്റുവിന്റെ വിവാഹ നിശ്ചയം എന്ന പേരിൽ ഒരു ലേഖനം തന്നെ എഴുതി. അതിൽ മഹാത്മാവ് എഴുതിയത്, എന്റെ സങ്കല്പത്തിലെ ഹിന്ദുമതം സങ്കുചിതമായ വിശ്വാസമല്ല, ഇത് കാലം പോലെ തന്നെ പുരാതനമായ ഒരു മഹത്തായ പരിണാമ പ്രക്രിയയാണ്. കൂടാതെ അത് സരതുസ്ത്ര, മോശെ, ക്രിസ്തു, മുഹമ്മദ്, നാനക്ക് തുടങ്ങിയ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളെയും ഉൾക്കൊള്ളുന്നു. തുടർന്ന് അദ്ദേഹം ഒരു സംസ്കൃത വാക്യം കൂടി ഉദ്ധരിച്ചു. ഏതാണ്ട് അതിന്റെ വിവർത്തനം ഇപ്രകാരമാണ്: അതിൽ ജ്ഞാനികളും നല്ലവരും അഭിനിവേശവും വെറുപ്പും ഇല്ലാത്തവരും പിന്തുടരുന്ന യഥാർത്ഥ മതമാണെന്ന് അറിയുക, അത് ഹൃദയത്തെ ആകർഷിക്കുന്നു എന്നാണ് ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞത്. വിദ്വേഷവും ദുരാഗ്രഹവും ഇല്ലാത്ത യോഗ്യരായ ആളുകളാണ് യഥാർത്ഥ മതത്തെ പിന്തുടരുന്നതെന്ന് ഉറച്ചു സമ്മതിച്ച സംസ്കൃത വാക്യത്തിലൂടെയാണ് മഹാത്മാഗാന്ധി ഹിന്ദു മതത്തെ മനസ്സിലാക്കിയത്. സരതുസ്ത്ര, മോശ, ക്രിസ്തു, മുഹമ്മദ്, നാനക്ക് തുടങ്ങിയ പ്രവാചകന്മാരുടെയും സാന്നിധ്യത്തിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ പരിധിയിൽ നിന്നുമുള്ള മാതൃകാപരമായ അധ്യാപനങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഗാന്ധി ഹിന്ദുമതത്തിന്റെ സമഗ്രമായ സ്വഭാവത്തെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തത്. അതിനാൽ ഹിന്ദുമതം സങ്കുചിതമായ വിശ്വാസമല്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. യാദൃശ്ചികമായി ലോക്സഭയിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ശിവൻ, ബുദ്ധൻ, യേശുക്രിസ്തു, ഗുരുനാനക് എന്നിവരുടെ ഉപദേശങ്ങൾ ഉദ്ധരിച്ച് ഇസ്ലാം, ജൈനമതം, സിഖ് മതങ്ങൾ എന്നിവയെ ഉജ്ജ്വലമായി പരാമർശിച്ച കൂട്ടത്തിൽ എല്ലാ പ്രവാചകന്മാരും വൈവിധ്യമാർന്ന വിശ്വാസങ്ങളിൽ ഊന്നിയെങ്കിലും ഭയം അകറ്റാനാണ് അവർ ഊന്നൽ നൽകിയത് എന്ന് പറഞ്ഞു. മതത്തിന്റെ പേരിൽ വിഷം പരത്തുന്ന മോദി ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ ഹിന്ദുക്കളല്ലെന്നും മുഴുവൻ ഹിന്ദു സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്നില്ലെന്നും ശക്തമായി ആരോപിച്ച രാഹുൽ ഗാന്ധി ധ്യാന നിമഗ്നനായ ശിവന്റെയും മറ്റ് മതവ്യക്തിത്വങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും പരാമർശിച്ച അഭയമുദ്ര അല്ലെങ്കിൽ നിർഭയത്വത്തിന്റെ ഭാവം മഹാത്മാഗാന്ധി പുരാണങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും കണ്ടെത്തിയ സത്യാഗ്രഹം എന്ന സംജ്ഞയുമായി സാമ്യമുള്ളതാണ്. സത്യാഗ്രഹത്തിൽ നിലയുറപ്പിച്ച് സ്വാതന്ത്ര്യത്തിനായുള്ള അഹിംസാത്മകമായ സമരമാർഗമാണ് പിന്നീട് ഗാന്ധിജി പിന്തുടർന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ സത്യാഗ്രഹി ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള പ്രഹ്ലാദനാണ്. പ്രഹ്ലാദന്റെ പിതാവ് ഹിരണ്യകശിപു തന്റെ മകൻ ഭഗവാൻ ഹരിയുടെ നാമം ആവർത്തിക്കരുതെന്നും അവനെ പിന്തിരിപ്പിക്കണമെന്നും ഹിരണ്യൻ ആഗ്രഹിച്ചു. അവനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നിരവധി അക്രമാസക്തമായ മാർഗങ്ങൾ പ്രയോഗിച്ച് ഹിരണ്യൻ തന്റെ മകന്റെ ഹൃദയത്തിൽ ഭയം ജനിപ്പിച്ചു. എന്നാൽ പ്രഹ്ലാദൻ ഒട്ടും ഭയപ്പെട്ടില്ല. അതിനാൽ ഭഗവാന്റെ നാമം ആവർത്തിക്കുന്നതിൽ ഉറച്ചു നിന്നു. മഹാത്മാഗാന്ധി സത്യാഗ്രഹത്തിന്റെ പാഠങ്ങൾ പഠിച്ചത് തന്റെ പിതാവിന്റെ അക്രമാസക്തമായ ആജ്ഞയ്ക്ക് കീഴടങ്ങാൻ വിസമ്മതിച്ച പ്രഹ്ലാദനിൽ നിന്നാണ്. ഗ്രീക്ക് ചരിത്രത്തിൽ നിന്നുള്ള സോക്രട്ടീസ്, ക്രിസ്തുമതത്തിൽ നിന്നുള്ള യേശുക്രിസ്തു, ഇസ്ലാമിൽ നിന്നുള്ള ഇമാം ഹുസൈൻ, ഹിന്ദുമതത്തിൽ നിന്നുള്ള മീരാഭായ് എന്നിവരെ സത്യാഗ്രഹികളുടെ ഉദാത്ത ഉദാഹരണങ്ങളായി ഗാന്ധി ഉദ്ധരിച്ചു. വിവിധ മതങ്ങളിൽ നിന്നുള്ള ആ ചരിത്ര പുരുഷന്മാരെല്ലാം തങ്ങൾ നേരിട്ട അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ അസാധാരണമായ നിർഭയത്വം പ്രകടിപ്പിച്ചുവെന്നും അങ്ങനെ സത്യാഗ്രഹികൾക്ക് പ്രചോദനത്തിന്റെ ഉറവിടങ്ങളായെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പട്ടികയിലെ ഏക സ്ത്രീ സത്യാഗ്രഹി എന്ന നിലയിൽ മീരാഭായിക്ക് അദ്ദേഹം പ്രത്യേക സ്ഥാനം നൽകിയിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളെ അണിനിരത്താനും ബ്രിട്ടീഷുകാരെ ഭയപ്പെടാതെ സ്വാതന്ത്ര്യത്തിനായി നിർഭയമായി പോരാടാൻ അവരെ പ്രേരിപ്പിക്കാനും ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പിന്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ അദ്ദേഹം വിവിധ മതങ്ങളിൽ നിന്നും കാലഘട്ടങ്ങളിൽ നിന്നുമുള്ള ഈ ഉദാഹരണങ്ങൾ ഉപയോഗിച്ചു. പുരാണങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി അഭയമുദ്രയിൽ കണ്ടെത്തിയ പാഠം ഭയം ഒഴിവാക്കുക, മറ്റുള്ളവരെ ഭയപ്പെടാതിരിക്കുക എന്ന 2 ആഹ്വാന വാക്യങ്ങളിലാണ് ഉറപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ സങ്കല്പത്തെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിൽ രാഹുലിന്റെ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്ഥായിയായ ഭാവത്തിന്റെ അനുരണനം ഉണ്ടായിരുന്നു എന്നതും ആശ്വാസകരമാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യ എന്ന ആശയത്തെയും ഭരണഘടനയെയും പ്രതിരോധിക്കാൻ രാഹുൽ ഉയർത്തിയ വാദമുഖങ്ങൾ പരമപ്രധാനമാണ് എന്ന് പറയാതെ വയ്യ.